നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും അധികം പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ടെക്നോളജിയാണ് .NET. VB.NET, ASP.NET പോലെയുള്ള ടെക്നോളജികൾ വർഷങ്ങളായി അല്ലെങ്കിൽ വളരെയധികം വർഷങ്ങൾ IT മാർക്കറ്റ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് മാർക്കറ്റ് കൺട്രോൾ ചെയ്തിരുന്ന ഒരു മേഖലയാണ്. ഇപ്പോഴും ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ, പ്രത്യേകിച്ച് വെബ് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സോഫ്റ്റ്വെയറുകൾ .NETൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കമ്പനികളും .NET ഡെവലപ്പേഴ്സിനെ ഇപ്പോഴും ഹയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തികച്ചും ഉപയോഗശൂന്യമായ ടെക്നോളജി എന്ന് നമുക്ക് .NETനെ ഒരിക്കലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ .NET ഡെവലപ്പർ വേക്കൻസി ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് .NET ഡെവലപ്മെൻറ്റിൽ നല്ല മുൻപരിചയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു മികച്ച അവസരം നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു .NET ഡെവലപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതായത് VIKN കോഡ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, അവർ കോഴിക്കോട് സൈബർ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അവർക്കിപ്പോൾ ആവശ്യമുള്ളത് C പ്രോഗ്രാമിങ്ങിൽ നല്ല ധാരണയുള്ള, VB.NETൽ നല്ല ധാരണയുള്ള, അല്ലെങ്കിൽ അത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നല്ല ധാരണയുള്ള ഉദ്യോഗാർത്ഥികളെയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽസിനെയാണ്. അപ്പോൾ VB.NETും C പ്രോഗ്രാമിങ്ങുമാണ് ഏറ്റവും കൂടുതൽ അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ .NET പ്രോഗ്രാമർ എന്നുള്ള ഒരു പൊസിഷനിലേക്കാണ് അവർ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം അവർ ആവശ്യപ്പെടുന്ന ചില ടെക്നോളജീസ് ഉണ്ട്. ASP.NET, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെബ് മേഖലയിലെ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് മേഖലയിലെ ഒട്ടനവധി കമ്പനികൾ മുൻകാലങ്ങളിൽ ഇപ്പോഴും ഒട്ടനവധി കമ്പനികൾ ആശ്രയിക്കുന്ന ഒരു ടെക്നോളജിയാണ് ASP.NET എന്ന് പറയുന്നത്. അതുപോലെ തന്നെ .NET കോർ പോലെയുള്ള ഫ്രെയിംവർക്കുകൾ. അപ്പം ASP.NET അല്ലെങ്കിൽ .NET കോർ പോലെയുള്ള ഫ്രെയിംവർക്കുകളിൽ നിങ്ങൾക്ക് നല്ലൊരു അറിവുണ്ട്, ആ മേഖലയിൽ നിങ്ങൾക്ക് അത്യാവശ്യം എക്സ്പീരിയൻസും ഉണ്ട് എങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരമാണ്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് അറിയേണ്ട ചില ടെക്നോളജികൾ അവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ SQL സെർവർ അറിഞ്ഞിരിക്കണം. മൈക്രോസോഫ്റ്റ് MS SQL സെർവറിനെ കുറിച്ച് നല്ല ധാരണ. അതുപോലെ തന്നെ ഓപ്പൺ സോഴ്സിൽ ഉപയോഗിക്കുന്ന MySQL പോലെയുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ ബാക്ക് എൻഡിനെ കുറിച്ചുള്ള നല്ല ധാരണ. അപ്പോൾ റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, അതിൽ നല്ലൊരു ധാരണ, നല്ലൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഡേറ്റാബേസ് ഡെവലപ്മെൻറ്റിലും ഡേറ്റാബേസ് മാനേജ്മെൻറ്റിലും, അത് SQL ബേസ്ഡ് ആകാം, MySQL ബേസ്ഡ് ആകാം, MS SQL ബേസ്ഡ് ആകാം. അപ്പോൾ ഇത്തരം മേഖലകളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കൂടി ഉണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്ക് മികച്ച ഒരു അവസരമാണ്. ഇത് കൂടാതെ ഇവർ ആവശ്യപ്പെടുന്നത് .NET മേഖലയിൽ തന്നെ പുതിയ ട്രെൻഡുകൾ ഒരുപാട് മാറി വരുന്നുണ്ട്. ഒരു 2005 കാലഘട്ടത്തിലെ ട്രെൻഡുകളല്ല, 2024 ഉള്ള ട്രെൻഡുകൾ. അപ്പം ഏറ്റവും പുതിയ ടെക്നോളജികൾ, .NETലെ പുതിയ സങ്കേതങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ധാരണയുള്ളൊരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് സൈബർ പാർക്കിൽ ഉള്ള ഒരു അവസരമാണ്. ഈ കമ്പനി വളരെയധികം പല ടെക്നോളജികളിലായി കാൻഡിഡേറ്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ്. അതുകൊണ്ടൊരു മികച്ച അവസരം തന്നെയാണ്. അതിനുവേണ്ടി ഒന്ന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇമെയിൽ ആപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അതായത് അവരുടെ കമ്പനി ഇമെയിലുണ്ട്, അതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എലിജിബിലിറ്റി പ്രൂവ് ചെയ്യുന്ന എന്തൊക്കെ സബ്സ്റ്റാൻഷിയേറ്റിംഗ് കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫർണിഷ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു റെസ്യൂമേ, വളരെ ഇംപ്രസീവായ ഒരു റെസ്യൂമേ വെച്ച് അപേക്ഷിക്കാൻ ശ്രമിക്കുക. വെറുതെ അതങ്ങ് അയക്കുന്നതിന് പകരം നല്ലൊരു കവറിംഗ് ലെറ്ററും ഒക്കെ വെച്ച് നിങ്ങളുടെ ഈ ഒരു .NET ഡെവലപ്പർ എന്നുള്ള പൊസിഷനിലേക്ക് നിങ്ങളെ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ആ മെയിലിൻ്റെ ബോഡിയിൽ ഒരു കവറിംഗ് ലെറ്ററായിട്ട് എഴുതി റെസ്യൂമേ അറ്റാച്ച് ചെയ്ത് അഡീഷണൽ സ്കിൽസോ അല്ലെങ്കിൽ നിങ്ങൾ .NETൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസോ മൂക്ക് കോഴ്സസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.